നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വല്ലച്ചിറ ഓണാഘോഷ ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി നടന്ന ഘോഷയാത്ര വിപുലമായി നടന്നു. കേരളത്തിന്റെ കാലിക സംഭവങ്ങളും കലയും ഘോഷയാത്രയിൽ സമന്വയിപ്പിച്ചു. ചൊവ്വൂർ സെന്റ് സേവിയേഴ്സ് ഹൈസ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുചേർന്നു. SSLC 1984 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സ്നേഹ സംഗമ വേദിയായി. സംസ്ഥാന സ്പോർട്സ് യോഗ ചാമ്പ്യൻഷിപ്പിൽ 3ാം സ്ഥാനം നേടിയ TS രുദ്രയെ CPM ആദരിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം PR വർഗീസ് ഉപഹാരം നൽകി. ഊരകം NSS കരയോഗം വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും നടത്തി. തൃശൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് A. സുരേശൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. വല്ലച്ചിറ ഓണാഘോഷ ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി നടന്ന ഘോഷയാത്ര വിപുലമായി നടന്നു. കേരളത്തിന്റെ കാലിക സംഭവങ്ങളും കലയും ഘോഷയാത്രയിൽ സമന്വയിച്ചു. വയനാട് ദുരന്തത്തിന്റെ കരളലിയിക്കുന്ന ദൃശ്യങ്ങൾ ഘോഷയാത്രയിലെ നിശ്ചല ദൃശ്യങ്ങളിൽ ഇടം നേടി. ഒപ്പം നാടൻ കലാരൂപങ്ങളും അണിനിരന്നു. പൂച്ചിനിപ്പാട മുതൽ ചാത്തക്കുടം സെന്റർ വരെയായിരുന്നു ഘോഷയാത്ര. 6 കലാസമിതികൾ പങ്കെടുത്തു. വല്ലച്ചിറ മനവഴി യുവജന സമിതി 1ാം സ്ഥാനം നേടി. ചാത്തക്കുടം പ്രകാശ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 2ാം സ്ഥാനവും പിടിക്കപ്പറമ്പ മഹാരസികൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 3ാം സ്ഥാനവും നേടി. സാന്റോസ് വല്ലച്ചിറ, ചെറുശ്ശേരി കിരൺ കലാവേദി, പുതുകുളങ്ങര ലഗാൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നീ കലാസമിതികളും ഘോഷയാത്രയിൽ പങ്കെടുത്തു. ചൊവ്വൂർ സെന്റ് സേവിയേഴ്സ് ഹൈസ്കൂളിൽ SSLC 1984 ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളായ KS ബീന, രാജേശ്വരി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. KS സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. PR ബാബു, ജോർജ് ആൻഡോ, ആഞ്ചല, PR ഫ്രാൻസിസ്, KK സഞ്ജയൻ, ശോഭി എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും ഓണസദ്യയും ഉണ്ടായിരുന്നു. സംസ്ഥാന സ്പോർട്സ് യോഗ ചാമ്പ്യൻഷിപ്പിൽ 3ാം സ്ഥാനം നേടിയ TS രുദ്രയെ CPM ആദരിച്ചു. ഹിമാചൽ പ്രദേശിൽ നടക്കുന്ന നാഷണൽ ലെവൽ യോഗ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥിക്ക് CPM ജില്ലാ കമ്മിറ്റി അംഗം PR വർഗീസ് ഉപഹാരം നൽകി. CPM കോടന്നൂർ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സ്റ്റാനി ചാക്കോ, KK മണി, CU ഉദയൻ, സുനിത പ്രദീപ്, ബ്രാഞ്ച് സെക്രട്ടറി MB സുധീഷ്, PS രഘു, സുരേഷ് കുമാർ അയ്യപ്പത്ത് എന്നിവർ സന്നിഹിതരായിരുന്നു. തെക്കേവളപ്പിൽ സൈജു സിനി ദമ്പതികളുടെ 3ാമത്തെ മകളാണ് TS രുദ്ര. ഊരകം NSS കരയോഗം വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും നടത്തി. തൃശൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് A. സുരേശൻ ഉദ്ഘാടനം ചെയ്തു. ഈ കരയോഗം വാങ്ങിച്ചത് കരയോഗത്തിന്റെ പ്രസിഡന്റിന്റെ പേരിലാണ്. ഊരകം കരയോഗത്തിന്റെ പ്രസിഡന്റിന്റെ പേരിൽ കരയോഗത്തിന് വേണ്ടി ഒരു സ്ഥലം വാങ്ങിച്ച് കെട്ടിടം പണിത് കുറെ കഴിഞ്ഞ് ഞങ്ങളാണ് യഥാർത്ഥ കരയോഗക്കാരെന്ന് പറഞ്ഞ് കുറച്ച് പേര് വന്ന് ആ സ്ഥലവും കെട്ടിടവും കൈവശം എടുത്തതാണ് ഇപ്പം കോടതിയിൽ വാദിച്ചിരിക്കുന്നത്. കോടതിയിൽ വാദം നടത്തുന്നത് എങ്ങനെ പറ്റും? ഒരു സ്ഥലം തീരെ ലഭിക്കാതെ, ഒരു സ്ഥലം അവകാശം ഒഴിമുറി കൊടുത്ത് അവകാശങ്ങൾ ഒഴിഞ്ഞു പോകാതെ എങ്ങനെ ഒരു സ്ഥലത്ത് നമുക്ക് കൈയേറിയിരിക്കാൻ കഴിയും? അങ്ങനെ കൈയേറി ഇരുന്ന് കഴിഞ്ഞാൽ എത്ര കാലം അത് കൊണ്ടുപോകാൻ കഴിയും? അങ്ങനെ കയ്യേറി ഇരുന്ന് കഴിഞ്ഞാൽ ആ ഇരുന്ന കാലം നിയമാനുസൃതമല്ലാതെ അതുകൊണ്ടുണ്ടാകാവുന്ന ദുരിതം അനുഭവിച്ച കരയോഗത്തിനും കരയോഗ കുടുംബത്തിനും ആര് നഷ്ടപരിഹാരം കൊടുക്കും? അതുവരെ കരയോഗത്തിന്റെ പേരിൽ നിക്ഷേപിച്ചു. സി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ 2023-24 അധ്യയന വർഷത്തിൽ വിവിധ 11 മേഖലകളിലുള്ള പരീക്ഷകളിൽ കരയോഗത്തിന് അഭിമാനകരമായ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു.
NSS തൃശൂർ താലൂക്ക് യൂണിയൻ സെക്രട്ടറി കെ രാജഗോപാൽ, NSS തൃശൂർ താലൂക്ക് വനിതാ യൂണിയൻ സെക്രട്ടറി കെ ഗിരിജ ടീച്ചർ, ടി ഹരിദാസ്, സജീവ് കെ, ചാക്കോത്ത് ഹരിദാസ് എന്നിവർ സംസാരിച്ചു. ആറാട്ടുപുഴ നായർ സമാജം മൂന്നാമത് വാർഷിക പൊതുയോഗവും സ്കോളർഷിപ്പ് വിതരണവും നടത്തി. ആറാട്ടുപുഴ നായർ സമാജം പ്രസിഡന്റ് N. ഉണ്ണികൃഷ്ണൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. പഴയ സംഘടനയിൽ നിന്ന് 3 വർഷം മുമ്പ് ഞങ്ങൾ 3 പേര് കൂടി ആലോചിച്ച് തുടങ്ങിയ ഈ ആറാട്ടുപുഴ നായർ സമാജം 15 പേരുടെ ഒരു സംഘടന ഉണ്ടാക്കി. ചുരുക്കത്തിൽ 50 പേര് മതി എന്ന് 50 കുടുംബങ്ങളെ ആയി മുന്നോട്ട് വന്നത് ഇപ്പോൾ 153 കുടുംബങ്ങളുമായി നമ്മൾ വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഒരു കൂട്ടായ പ്രവർത്തനം അതാണ് ഒരു വിഭാഗീയതയില്ലാതെ സമാജത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി വളരെ കൈകോർത്ത് നിൽക്കുന്ന അവതരിപ്പിക്കും. നമുക്കറിയാം, ഇതിന്റെ സെക്രട്ടറി ആയിട്ടുള്ള നായർ സമാജത്തിന്റെ സെക്രട്ടറി ശ്രീ കെ രവീന്ദ്രനാഥ് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി തന്നെയാണ് ഈ സംഘടന എന്നോട് പറഞ്ഞത്. സെക്രട്ടറി കെ രവീന്ദ്രനാഥൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ആറാട്ടുപുഴ സമാജത്തിലെ കുടുംബാംഗങ്ങളിലെ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് മാർക്കുകളുടെ അടിസ്ഥാനത്തിൽ സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. ട്രഷറർ കെ പ്രദീപ് കുമാർ, വനിതാ സമാജം പ്രസിഡന്റ് ഇന്ദിര, വനിതാ സമാജം സെക്രട്ടറി മായ മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു. ചിമ്മിനി ഡാമിന്റെ 4 ഷട്ടറുകളും 2 സെന്റിമീറ്റർ വീതം തുറന്നു. വൃഷ്ടിപ്രദേശത്ത് മഴ തുടരുന്നതിനാൽ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഷട്ടറുകൾ തുറന്നത്. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെ ഷട്ടറുകൾ തുറന്നത്. ഡാമിൽ സംഭരണശേഷിയുടെ 83% ജലമുള്ളത്. മുൻകരുതലിന്റെ ഭാഗമായാണ് വെള്ളം തുറന്നുവിടുന്നത്. കുറുമാലി, കരുവന്നൂർ പുഴകളിൽ 3 മുതൽ 4 സെന്റിമീറ്റർ വരെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്നും തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു. പോലീസ് ചമഞ്ഞ് അതിഥി തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നയാളെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. ചാവക്കാട് പാളയൂർ സ്വദേശി കറുപ്പം വീട്ടിൽ 35 വയസ്സുള്ള സവാദിനെയാണ് മറ്റത്തൂരിൽ നിന്നും പോലീസ് പിടികൂടിയത്. കൊടകരയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഇയാൾ ഈ പ്രദേശത്ത് തന്നെയുള്ള അതിഥി തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തിയാണ് പണം തട്ടിയത്. 18,500 രൂപയും മൊബൈൽ ഫോണും അതിഥി തൊഴിലാളികളിൽ നിന്നും തട്ടിയെടുത്തു. കൂടുതൽ പണം ആവശ്യപ്പെട്ടപ്പോൾ നൽകാത്തതിനെ തുടർന്ന് തൊഴിലാളികളെ ആക്രമിക്കുകയും മൊബൈൽ ഫോണുകൾ നിലത്തെറിഞ്ഞ് പൊട്ടിക്കുകയും ചെയ്തതായും പരാതിയുണ്ട്. നിരവധി സ്ഥലങ്ങളിൽ നിന്ന് സമാന രീതിയിൽ ഇയാൾ പണം തട്ടിയെടുത്തിട്ടുള്ളതായി പോലീസ് പറഞ്ഞു. കൊടകര CI PK ദാസ്, SI EA സുരേഷ്, ASIമാരായ ആഷ്ലിൻ, സജു പൗലോസ്, CPO ശ്രീജിത്ത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. വടക്കാഞ്ചേരി അകമല വളവിൽ നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് പതിച്ച് വയോധിക മരിച്ചു. 72 വയസ്സുള്ള സുസമ വർഗീസാണ് മരിച്ചത്. ചേലക്കരയിൽ നിന്നും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോവുകയായിരുന്ന കുടുംബം സഞ്ചരിച്ച കാറാണ് നിയന്ത്രണം വിട്ട് പാടത്തിന് സമീപമുള്ള തോട്ടിലേക്ക് മറിഞ്ഞത്. കാറിൽ 4 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. ക്യാൻസർ ബാധിതയായ സുസമയെ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി കൊണ്ടുപോകുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. പൗരസ്ത്യക്കാരായ സുറിയാനി സഭ കേന്ദ്ര യൂത്ത് അസോസിയേഷൻ ട്രൈംഫന്റ് 2024 സംഘടിപ്പിച്ചു. തൃശൂർ അസിസ്റ്റന്റ് കമ്മീഷണർ NS സലീഷ് ഉദ്ഘാടനം ചെയ്തു. മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിച്ചു. യൂത്ത് അസോസിയേഷൻ പ്രസിഡന്റ് ഫാദർ ജാക്ക് സ്റ്റാൻഡി, കേന്ദ്ര ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ജേക്കബ് ബേബി ഒലക്കെങ്കിൽ, വുമൺ യൂത്ത് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഫെബി കെവിൻ, യൂത്ത് അസോസിയേഷൻ സെക്രട്ടറി ജോഫിൻ ജോൺ ഒല്ലൂക്കാരൻ എന്നിവർ സംസാരിച്ചു. സഭാംഗങ്ങളിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും ആദരിച്ചു. പ്രോഗ്രാം കൺവീനർ നിധിൻ സണ്ണി, യൂത്ത് അസോസിയേഷൻ പ്രവർത്തകരായ പോൾ അഭിമലേഖ്, അരുൺ ടോണി, ലിൻസൺ എഡിസൺ, ആൽബിൻ റോയ്, ജിസ് ഷാജി, ഗിഫ്റ്റൻ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി.
ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6670 രൂപ, പവന് 53,360 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വല്ലച്ചിറ ഓണാഘോഷ ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി നടന്ന ഘോഷയാത്ര വിപുലമായി നടന്നു. കേരളത്തിന്റെ കാലിക സംഭവങ്ങളും കലയും ഘോഷയാത്രയിൽ സമന്വയിപ്പിച്ചു. ചവൂർ സെന്റ് സേവിയേഴ്സ് ഹൈസ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുചേർന്നു. SSLC 1984 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സ്നേഹ സംഗമ വേദിയായി. സംസ്ഥാന സ്പോർട്സ് യോഗ ചാമ്പ്യൻഷിപ്പിൽ 3ാം സ്ഥാനം നേടിയ TS രുദ്രയെ CPM ആദരിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം PR വർഗീസ് ഉപഹാരം നൽകി. ഊരകം NSS കരയോഗം വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും നടത്തി. തൃശൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് A സുരേശൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.